slant height and base diameter of a conical tomb are 25 meter and 14 meter respectively. Find the cost of whitewashing its curved surface at the rate of rupees 210 per 100 meter square. അപ്പോൾ ഇവിടെ ഒരു കോണിക്കൽ ടോംബിന്റെ സ്ലാൻഡ് ഹൈറ്റും ബേസ് ഡയമീറ്ററും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ സ്ലാൻഡ് ഹൈറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം, L ആണ് അല്ലേ. അതായത് ഈ ഒരു ലെങ്തിനെയാണ് നമ്മൾ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് L. L ഈസ് ഈക്വൽ ടു എത്രയാണ്? 25 മീറ്റർ. പിന്നെന്താ തന്നിട്ടുള്ളത്? ബേസ് ഡയമീറ്റർ. അതായത് ഇതാണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡയമീറ്റർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 14 മീറ്റർ. അപ്പൊ തന്നിട്ടുള്ളതൊക്കെ നമുക്ക് ഇങ്ങോട്ടൊന്ന് എഴുതാം. L ഈസ് ഈക്വൽ ടു 25 meter, diameter is equal to 14 meter. ഇതിൽ നിന്ന് റേഡിയസ് നമുക്ക് കിട്ടും 14 divided by 2 is equal to 7 meter. അപ്പോൾ റേഡിയസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇത് എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? Find the cost of whitewashing its curved surface. ഇതിന്റെ curved surface വൈറ്റ് വാഷ് ചെയ്യുന്നതിന് ആവശ്യമായ കോസ്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ ഈ ചുറ്റുമുള്ള curved surface ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ CSA of the conical tomb is equal to curved surface area of the cone, that is pi r L. പൈ നമ്മളോട് ഇവിടെ 3.14 എടുക്കാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് 22/7 എടുക്കാം. R is 7, L is 25. ഇവിടെ 7ഉം 7ഉം കൂടെ കട്ടാവും. ഇനി 22 into 25. 5 2s are 10, 5 2s are 10 plus 1 11, 2 2s are 4, 2 2s are 4, 0 5 5 is equal to 550 മീറ്ററിലാണ്. അപ്പോൾ മീറ്റർ സ്ക്വയർ 550 മീറ്റർ സ്ക്വയർ ആണ് ഈ കോണിക്കൽ ടോംബിന്റെ കേർഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ചുറ്റുമാണ് വൈറ്റ് വാഷ് ചെയ്യുന്നത്. അപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 210 per 100 meter square. 100 meter സ്ക്വയറിന് 210 ആണെങ്കിൽ 550 meter സ്ക്വയറിന് എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ 1 meter സ്ക്വയറിന്റെ റേറ്റ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. Given cost of whitewashing per 100 meter square is equal to rupees 210. ഇതിൽ നിന്ന് നമ്മൾ 1 meter സ്ക്വയറിൻ്റെത് ആദ്യം കണ്ടുപിടിക്കണം. കോസ്റ്റ് ഓഫ് വൈറ്റ് വാഷിംഗ് 1 meter സ്ക്വയർ is equal to എന്ത് വരും? 100 meter സ്ക്വയറിന് 210 ആണെങ്കിൽ 1 meter സ്ക്വയറിന് എന്തായിരിക്കും? 210 divided by 100 ആയിരിക്കും. അപ്പൊ 1 meter സ്ക്വയറിൻ്റെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് നമുക്ക് എത്ര മീറ്റർ സ്ക്വയറിന്റെയാണ് കണ്ടുപിടിക്കേണ്ടത്? 550 മീറ്റർ സ്ക്വയറിന്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കോസ്റ്റ് ഓഫ് വൈറ്റ് വാഷിംഗ് 550 മീറ്റർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 മീറ്റർ സ്ക്വയറിൻ്റെതിനെ നമ്മൾ 550 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 1 മീറ്റർ സ്ക്വയറിൻ്റെത് 210 ഡിവൈഡഡ് ബൈ 100 ആണ്. ഇതിനെ 550 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ സീറോയും ഈ സീറോയും കട്ട് ചെയ്യാം, ഈ സീറോയും ഈ സീറോയും കട്ട് ചെയ്യാം. 55 into 21. 5 5 5 2s are 10, 5 2s are 10 plus 1 11, 5 5 1 1 1155. അപ്പോൾ 550 മീറ്റർ സ്ക്വയർ വൈറ്റ് വാഷ് ചെയ്യുന്നതിനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് rupees 1155 rupees ആണ്. മനസ്സിലായല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് 1 per മീറ്റർ സ്ക്വയർ അല്ലാതെ 100 മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 50 മീറ്റർ സ്ക്വയർ ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം 1 മീറ്റർ സ്ക്വയറിൻ്റെത് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ കിട്ടുന്ന ആൻസറിനെ നമുക്ക് കിട്ടിയതും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, കിട്ടിയ ഏരിയയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മുടെ 6th ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.